ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ട് പരാതിയിൽ റവന്യൂ വകുപ്പിന്റെ ഹിയറിംഗിനായി എത്തിയത് 115 പേർ. 30ഓളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ സമ്മതപത്രം നൽകി. അതേസമയം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഉടൻ ഒഴിവാക്കില്ല. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 എന്നീ വാർഡുകളിലെ 211 പേർക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ കണ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗിൽ 115 പേർ നേരിട്ട് ഹാജരായി. ഇവരിൽ നിന്ന് എവിടെ വോട്ട് രേഖപ്പെടുത്താനാണ് താൽപര്യമെന്ന സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. 85ഓളം പേർ കേരളത്തിൽ വോട്ട് നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഹാജരാകാത്തവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ളവരോ മരിച്ചവരോ ആണെന്നാണ് നിഗമനം. നോട്ടീസ് കൈപ്പറ്റിയവർ ഹാജരാകാത്തത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് പരിശോധന നടത്തും. മുൻപ് തമിഴ്നാട്ടിൽ കഴിഞ്ഞവരും വിവാഹശേഷം ഇടുക്കിയിലേക്ക് വന്നവരും 2 സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു 107 പേരുടെ മാത്രം പറയേണ്ട കാര്യം നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ അങ്ങ് തീർത്തോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ അങ്ങോട്ട് എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാൻ അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ വിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പക്ഷമായിട്ട് ചെയ്യുന്നത് ഇച്ചിരി സങ്കടം തന്നെയാണ്. ഹിയറിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. തുടർന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടും. ഇത് ഇടുക്കിയിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കും. ഇതിനുശേഷമാകും ഇരട്ട വോട്ടുകളിൽ ഒന്ന് നീക്കം ചെയ്യുക. ഇടുക്കിയിലെ തമിഴ് ഭൂരിപക്ഷ തോട്ടം മേഖലയിൽ കൂടുതൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന സംശയം ശക്തമായിട്ടുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.